തൃശ്ശൂർ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല സുഖമായിട്ട് മോദിജിനെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞങ്ങൾ നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു. വളരെ സന്തോഷം. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിനും വലിയ ഗുണമാകും എന്നാണ് നിങ്ങളുടെ കണക്കൂട്ടല്? വികസനം തീർച്ചയായിട്ടും ഇതൊരു മോദിജിയുടെ വരവൊരു മരണവാസനയായിരിക്കും. എന്നുവെച്ചാൽ ലോക നേതാക്കളിൽ എന്താ പറയാനായിട്ട് ഭാഗ്യമില്ല അതിനെ കുറിച്ച്. വളരെയധികം സന്തോഷം. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ലോകാരാധനായ ഒരു നേതാവിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആളെ കാണാൻ പറ്റുന്നത് വളരെയധികം സന്തോഷം. തൃശ്ശൂരും പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശക്തി കണ്ടതാണ്, ഞങ്ങളുടെ പരിപാടിയിലും കണ്ടതാണ്. അദ്ദേഹത്തെ കാണാനും പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കായാലും നമ്മുടെ നാടിന് വേണ്ടിയിട്ടായാലും. പിന്നെ ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യം അറിയപ്പെടുന്നത്, ലോക രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി മോദി വന്നതിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ വളരെയധികം സന്തോഷം. ഇനിയും അദ്ദേഹം പ്രധാനമന്ത്രി തുടരണം തന്നെയാണ് ആഗ്രഹം. നമ്മുടെ ഇന്ത്യ ഇനിയും കൂടുതൽ വികസനത്തിലേക്ക് എത്തണം. എത്ര തവണ മോദിജി വന്നാലും കാണാൻ പോകും? തീർച്ചയായിട്ടും. അതാണല്ലോ ഇത്രയും പുലർച്ചെ കേട്ടിട്ട് ഇവിടെ വരെ നമ്മൾ എത്തിയത്. കാണാനുള്ള അത്ര ആയിട്ടുള്ള ആഗ്രഹത്തിലാണ് വന്നിട്ടുള്ളത്. തൃശ്ശൂരും ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ. വേറെ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള ആൾക്കാരുകളൊക്കെ പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ്. എന്താ പറയണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അത്രയും ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടായിരിക്കണത്. നിങ്ങൾ തൃശ്ശൂർ പോയി കണ്ടായിരുന്നു നേരത്തെ? തൃശ്ശൂർ പോയി കണ്ടിരുന്നു. ഇന്നിപ്പോ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അമ്പലത്തിനൊക്കെ വലിയ ഗുണമാവുന്നാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്താണ് തോന്നുന്നത് മോദിയെ കാണുമ്പോ? മോദിയെ കാണുമ്പോ കണ്ടതന്നെ ഭയങ്കര സന്തോഷം. കാണാൻ നല്ല എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. കഴിഞ്ഞ തവണ കണ്ടിരുന്നോ തൃശ്ശൂർ? തൃശ്ശൂരായിട്ട് കണ്ടിരുന്നു. എന്നാലും പിന്നെ രാവിലെ വെളുപ്പിനേക്ക് പോന്നു. 4 മണിക്ക് മോദിജി വരുന്നതുകൊണ്ട് ഞങ്ങൾ മോദിജിയുടെ കൂടെ തന്നെയാണ്. മോദിജി വരുന്നത് നാടിൻ്റെ ഐശ്വര്യമാണ്. നാടിന് വേണ്ടി, നാട്ടുകാർക്കും വേണ്ടി വിദ്യാഭ്യാസത്തിനുള്ള ആൾക്കാർ, നമ്മുടെ പ്രധാനമന്ത്രി മാത്രമല്ല, ജനങ്ങളോടുള്ള സമ്പർക്കം വളരെയധികം കൂടുതലുള്ള ഒരാളും കൂടിയാണ്. അതുകൊണ്ട് മോദിജിക്ക് ജയ്. ഈ ക്ഷേത്രത്തിനും വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്നാണോ വിചാരിക്കുന്നത്? ക്ഷേത്രത്തിന് മാത്രമല്ല, ഗുരുവായൂരിനും ഭയങ്കര ഗുണം ഉണ്ടാകുന്നുള്ളതാണ്. നമ്മുടെ റോഡുകൾ തന്നെ ഇപ്പോൾ എല്ലാം തന്നെ മോദിജി ഉണ്ടാക്കിയ റോഡാണ്. നമ്മുടെ നാഷണൽ ഹൈവേ തൊട്ടപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ക്ഷേത്രത്തിൻ്റെ എന്തോരം സൗകര്യം, പാർക്കിംഗ് സൗകര്യം, ജനങ്ങൾക്ക് താമസിക്കാനും അത്യാവശ്യം ഡ്രസ്സ് മാറാനും കുളിക്കാനും ശൗചാലയങ്ങളും ഉണ്ടാക്കി അതിനുവേണ്ടി കോടികൾ ചെലവ് ചെയ്ത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. റോഡ് മാത്രം എത്രയോ നല്ല റോഡുകൾ നിർമ്മിച്ചിരുന്നു. ഇവിടുത്തെ ആവശ്യമുള്ള ബിൽഡിങ്, തിക്കും തിരക്കും കുറയ്ക്കുക. ഇനി അമ്പലത്തിന് വീണ്ടും പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. അമ്പലത്തിൻ്റെ തൊഴാനുള്ള സൗകര്യങ്ങളും അങ്ങോട്ട് എല്ലാവർക്കും കടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. അതുവരെ തീർച്ചയായിട്ടും അതിനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരുന്നത് 100% ഉറപ്പാണ്. ആഘോഷമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. മോദിയുടെ വരവ് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇപ്പോൾ തൃശ്ശൂർ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് മോദിയുടെ വികസനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നല്ലൊരു സന്തോഷമാണ്. ഈ പ്രവർത്തനം നമുക്ക് BJPക്ക് നല്ലൊരു അടിസ്ഥാനം ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. മോദിയുടെ വരവ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. ക്ഷേത്രത്തിനും ഗുണമുണ്ടാകുന്നു. ക്ഷേത്രത്തിന് ഗുണം അല്ലെങ്കിലും ഉണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് മോദി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവിടെ അമൃത പദ്ധതികളിൽ ബിൽഡിംഗ് കയറിയിട്ടുള്ളതും മറ്റേ കാർ പാർക്കിങ്ങും ഇതൊക്കെ വന്നിട്ടുള്ളതും നമുക്ക് നല്ലൊരു വികസനമാണ്. നമുക്കൊരു അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളത്. ഇത്ര കാലത്തിനിടയ്ക്ക് നമുക്ക് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം ഗുരുവായൂർ വന്നിട്ടുള്ളത്. ഓവർബ്രിഡ്ജ് നമുക്ക് വലിയൊരു തടസ്സമായിരുന്നു. അത് റിക്കവറി ആയില്ലേ ഇപ്പോൾ. അങ്ങനെ നമുക്കിപ്പോൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ നല്ലൊരു വികസന പ്രവർത്തനമാണ് BJPയിൽ നിന്ന് നമുക്ക് നേടിക്കൊണ്ടിരിക്കുന്നത്. BJP എങ്ങനെ വലിയ സ്വീകരണമാണ് ഇന്നലെ കൊച്ചിയിലും കിട്ടിയത്. നിങ്ങൾ എങ്ങനെ കാണുന്നത് ഈ ഗുരുവായൂരിലേക്കുള്ള വരവിനെ? ഗുരുവായൂരിലേക്കുള്ള വരവ് എന്ന് പറഞ്ഞാൽ മോദിനെ നമ്മൾ ഡെയിലി കണ്ടാൽ പോലും മതിയാവില്ലല്ലോ. നമ്മൾ അത്രയും കാത്തിരിക്കുകയാണ് ആളുടെ ഒരു വരവും കാര്യത്തിനെ കുറിച്ച്. മോദിജി വരുമ്പോൾ എന്താണ് നിങ്ങൾ കരുതുന്നത്? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷകൾ? മോദിജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെ മുഴുവൻ ഒരു അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണ് മോദിജി.
മോഡിജി വരുന്നതിന് മുമ്പ് ഭാരതം എല്ലാ സ്ഥാനങ്ങളിലും 50ാമത്തെ 60ാമത്തെ സ്ഥാനത്തിന് പിന്നിലായിരുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ മോഡി മാത്രം, മോഡി പറയാൻ്റെ ഭൂമി ചലിക്കില്ല, അത്രയും വരെ എത്തിച്ചു നമ്മുടെ പ്രധാനമന്ത്രി. മാത്രമല്ല ഭാരതത്തിലെ അമ്മമാർക്ക് ആദ്യമേ മുമ്പിൽ കയറിയപ്പോൾ കാട്ടിയത് കക്കൂസ്, വെള്ളം, വഴി, റോഡ്. ആദ്യം കക്കൂസിൻ്റെ കാര്യം ഇവിടെ ഇന്ത്യക്കാർ മൊത്തം അദ്ദേഹത്തിനെ എതിർത്തു കുറേ ആളുകൾ. ആദ്യം തന്നെ വായു മലിനവായുവിനെ മാറ്റി ശുദ്ധവായുവിനെ വരുത്തി. പിന്നെ ആളുകൾക്ക് പാർപ്പിടം, വെള്ളം, വെളിച്ചം, ഗ്യാസ്, അത് ഒരു പടിയായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കീർത്തി വാനോളം പോലത്താൻ മോഡിജിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങൾ, ഇന്ത്യ രാജ്യം മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു.